ജിമ്മിക്ക് എന്താണ് തോന്നുന്നത്? ഈ സംവാദം ഉണ്ടാവുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു. അത് നമ്മൾ അധികമായിട്ട് പ്രതീക്ഷിച്ചതിൻ്റെ കുഴപ്പമാണോ അതോ പിണറായി വിജയൻ അത് പറ്റാത്തതുകൊണ്ടാണോ? നമ്മൾ അധികമായിട്ട് പ്രതീക്ഷിച്ചതിൻ്റെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. ഇന്നലെ പിണറായി വിജയൻ അത് പറയുമ്പോൾ അങ്ങനെ ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല. പക്ഷേ അങ്ങനെയാണെന്ന് ഒരു പൊതുവെ എല്ലാവരും വിചാരിച്ചു. എന്ന് മാത്രമല്ല CPM കേന്ദ്രങ്ങളൊന്നും തിരുത്തിയതുമില്ല. വാർത്ത വന്നു, അപ്പോഴും തിരുത്താമല്ലോ, തിരുത്തിയില്ല. അങ്ങനെ ഒരു 12 മണിക്കൂർ ഈ വിഷയം വായു നിൽക്കുകയും ഇപ്പം അതിന് നറേറ്റീവ് നേരെ തിരിഞ്ഞു. പിണറായി വിജയൻ പേടിച്ചോടിയെന്നായി. അതിനകത്തൊരു പ്രശ്നം, ഭാഗികമായി അത് ശരിയാണ്. ഇന്നലെ തന്നെ ഈ വാർത്ത വരുമ്പോൾ അത് നിഷേധിക്കപ്പെട്ടില്ലല്ലോ. CPMൻ്റെ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന PR മിഷനറി AK സെൻറ്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ടല്ലോ, അവർക്ക് പറയാമല്ലോ. അവർ പറഞ്ഞില്ല. ഒരു ഡിബേറ്റ് കൊണ്ട് കേരളത്തിൽ VD സതീശനാണോ പിണറായി വിജയനാണോ ഏറ്റവും നല്ല ഭരണാധികാരിയും തെളിയിക്കപ്പെടുകയൊന്നുമില്ല. ഡിബേറ്റിനകത്ത് ഏറ്റവും സ്മാർട്ടസ്റ്റ് ആയിട്ടുള്ളതാണ്, റൂമിലെ ഏറ്റവും മിടുക്കനല്ല, ഏറ്റവും ചാമിങ് ആയിട്ടുള്ള ആളായിരിക്കും ജയിക്കുക. പിണറായി വിജയൻ്റെ സ്വഭാവത്തിനും പിണറായി വിജയൻ്റെ പ്രായത്തിനൊന്നും ഡിബേറ്റ് പറ്റിയതിലുണ്ട് പിണറായി വിജയൻ വരികയില്ല എന്ന് തന്നെയാണ് വിചാരിച്ചിരുന്നത്. അത് അങ്ങനെ തന്നെ സംഭവിച്ചു. പക്ഷേ ഇതിനൊരു ഒപ്റ്റിക്സ് നോക്കൂ. പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവ്, മുഖ്യമന്ത്രിയെ പ്രതിപക്ഷ നേതാവ് ഒരു ഡിബേറ്റിന് വിളിക്കുന്നു. ഇപ്പം ഇതൊന്നും അല്ലെങ്കിൽ പോലും വിളിക്കുന്നു, അദ്ദേഹം വരുന്നില്ല എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് രംഗത്തെ തന്ത്രത്തിൽ ഒരു വലിയ പ്രശ്നമുണ്ട്. പ്രത്യേകിച്ച് ഒരു 12 മണിക്കൂർ ഈ വിഷയം വായുവിൽ നിന്നതിന് ശേഷം. 2, ഈ കാര്യത്തിൽ ഫേസ്ബുക്ക് ഡിബേറ്റ് നടത്താം എന്ന് പറഞ്ഞല്ലോ, ആ കാര്യത്തിൽ നമുക്ക് തുടരാം. ഫേസ്ബുക്ക് ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രസ്താവന എഴുതി കൊടുക്കാന്നല്ലേ അർത്ഥം. ഇത് ഫേസ്ബുക്കിൻ്റെ വാളിൽ വരുമെന്നല്ലേ ഉള്ളൂ. അപ്പോൾ പിണറായി വിജയൻ പറഞ്ഞതിൻ്റെ അർത്ഥം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രസ്താവന എഴുതി കളിക്കാം എന്നാണ്. അല്ല, അങ്ങനെ യുദ്ധം നടത്താം, അതിന് കുഴപ്പമൊന്നുമില്ല. അത് ഈ കഴിഞ്ഞ ദിവസങ്ങൾ നടക്കുന്നുണ്ട്. ഉദാഹരണത്തിന് മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ ഇപ്പോൾ പിണറായി വിജയൻ്റെ പ്രസംഗമുണ്ട്, പൊതുയോഗത്തിലെ പ്രസംഗം നമുക്ക് വാർത്തയായി വരുന്നുണ്ട്. അദ്ദേഹം ആ വിഷയം വീണ്ടും ആവർത്തിക്കുന്നു. എവിടെ പോയി നിങ്ങൾ പിരിച്ച പണം? ജോയിൻ്റ് അക്കൗണ്ടാണെന്ന് പറഞ്ഞില്ലേ, ആ പൈസ എവിടെ? VD സതീശൻ്റെ മറുപടി, അത് കെട്ടിടം പണിത ശേഷം ഞങ്ങൾ കാണിച്ചോളാം, എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പബ്ലിസൈസ് ചെയ്തോളാം. ഈ വാദം എന്താണെന്നുള്ള ജനങ്ങൾ തീരുമാനിക്കട്ടെ. അതുപോലെ തന്നെ പിണറായി വിജയനോട് SDPI കാര്യത്തിലുള്ള ചോദ്യം ഇന്ന് രണ്ടുപേരോടും ചോദിച്ചു. പാർട്ടി സെക്രട്ടറിയോടും ചോദിച്ചു, പിണറായി വിജയനോടും ചോദിച്ചു. SDPI ഒരു വർഗീയ കക്ഷിയാണെന്നും ഇത് ഭീകര കുഴപ്പക്കാരാണെന്നും അങ്ങ് പിണറായി വിജയൻ മുതൽ തോമസ് ഐസക് വരെ കേരളത്തിൽ പറഞ്ഞതാണ്. ജമാഅത്തെ ഇസ്ലാമിയെ വർഗീയ കക്ഷിയാക്കാനും അവരുടെ സംഘടനയായ വെൽഫെയർ പാർട്ടിയെ തൊട്ടുകൂടാത്തവരാക്കാനും വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച വാക്ക് ന്യൂനപക്ഷ വർഗീയത എന്നാണ്. അതുപോലെ തന്നെ SDPIക്കെതിരെ കഴിഞ്ഞ 10 വർഷമായി SDPIയുടെ ഒരു ആക്രമണത്തിൽ, ആരോപിക്കപ്പെടുന്ന ഒരു ആക്രമണത്തിൽ, അവരുടെ വിദ്യാർത്ഥി സംഘടനയുടെ ആക്രമണത്തിൽ അഭിമന്യു എന്ന ചെറുപ്പക്കാരൻ മഹാരാജാസ് കോളേജിൽ കൊല്ലപ്പെട്ടതാണ്. അന്ന് മുതൽ തുടങ്ങിയതല്ലേ. അപ്പോൾ അതേ SDPIയെക്കുറിച്ച് ഇപ്പോൾ നിങ്ങളുടെ നിലപാട് എന്താണെന്ന് ചോദിച്ചാൽ മറുപടിയില്ല. അവിടെ CPMൻ്റെ ഭാഗത്താണ് പ്രശ്നം. ഞാൻ പറഞ്ഞ പ്രസ്താവന യുദ്ധത്തിൻ്റെ കഥയാണ് പറഞ്ഞത്. ഡിബേറ്റ് ഇല്ല, അത് നടക്കില്ല. അതിൻ്റെ അഡ്വാൻറ്റേജ് സൈക്കോളജിയിൽ സതീശനാണ് താനും. പക്ഷേ മറ്റു യുദ്ധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുകൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാഹുൽ ഗാന്ധി വന്ന് പറഞ്ഞിട്ട് പോയ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടല്ലോ. ഒന്ന്, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എന്തേ മോദി നിങ്ങളെക്കുറിച്ചൊന്നും പറഞ്ഞില്ല എന്നുള്ളതൊന്ന്. 2, ഞാൻ 36 മണിക്കൂർ EDക്ക് മുമ്പിലിരുന്നു, 55 ദിവസം എനിക്കെതിരെ നടപടി, അങ്ങനെ 36, 55 എന്തോ ഒരു കണക്ക് പറയുന്നുണ്ട്. 36 മണിക്കൂർ ഇരുന്നു, എനിക്കറിയാം 36 കേസുകളുണ്ട്, 55 മണിക്കൂർ ഞാൻ EDക്ക് മുമ്പിലിരുന്നു. അല്ല, താങ്കളുടെ മകൾക്കെതിരെ കേസുണ്ടല്ലോ, ഒന്നും ചെയ്തില്ലല്ലോ. താങ്കളുടെ ബന്ധപ്പെട്ടുള്ള ഒരു സംഭവത്തിലും ED വരുന്നില്ലല്ലോ. എനിക്ക് അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കാനുണ്ട്. അത് ഇന്ന് ചില കോൺഗ്രസ് നേതാക്കൾ ഫേസ്ബുക്കിലൊക്കെ ഇടുന്നുണ്ട്. ഇന്ത്യ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തവണ വയ്ക്കപ്പെട്ട കേസ് ലാവ്ലിൻ കേസാണ്. ജഡ്ജിന് പനി, വക്കീലിന് വയറിളക്കം, പിന്നെ അല്ലെങ്കിൽ ആ ബെഞ്ച് മാറുന്നു, അങ്ങനെ ഒരുപാട് കാലം മാറിപ്പോയ കാര്യം, ഒരു കേസ് പരിഗണിക്കപ്പെടാതെ പോയ കാര്യം, ഇതും ഇന്ന് വിഷയമായുണ്ട്. അപ്പോൾ ഇതിന് മറുപടി വരട്ടെ.